ലോകം ഇന്നും വിസ്മയത്തോടെ നോക്കി നിൽക്കുന്ന ഒരു തുണിക്കഷ്ണം. ഇറ്റലിയിലെ മനോപെല്ലോ എന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ രൂപത്തിന് പിന്നിലെ രഹസ്യം തേടി ശാസ്ത്രലോകം അലയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ക്രിസ്തുമത വിശ്വാസികൾ ഇതിനെ വിളിക്കുന്നത് തിരുമുഖം എന്നാണ്. ഗുഡ് ഫ്രൈഡേയിൽ യേശുവിനെ അടക്കം ചെയ്തപ്പോൾ മുഖത്ത് വിരിച്ചിരുന്ന തുണിയാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇതിനെ ഒരു വെറും വിശ്വാസമായി തള്ളിക്കളയാൻ ശാസ്ത്രത്തിന് കഴിയുന്നില്ല. അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നാമത്തെ വിസ്മയം ഈ തുണിയുടെ നിർമ്മാണമാണ്. കടൽ ചിപ്പികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ബൈസസ് എന്ന പട്ടുനൂൽ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ബൈസസ് നൂലുകളിൽ ചായങ്ങൾ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കാൻ കഴിയില്ല. പിന്നെങ്ങനെ ഈ മുഖം ഇവിടെ തെളിഞ്ഞു? ആധുനിക മൈക്രോസ്കോപ്പുകൾ പോലും തോട്ടുപോയിടത്താണ് ഇതിന്റെ നിഗൂഢത. ഈ തുണിയിൽ ഒരിടത്ത് പോലും ചായത്തിന്റെയോ പെയിന്റിന്റെയോ സാന്നിധ്യമില്ല. മറ്റൊരു അത്ഭുതം ഇതിന്റെ സുതാര്യതയാണ്. വെളിച്ചത്തിന് നേരെ പിടിച്ചാൽ ഈ ചിത്രം അപ്രത്യക്ഷമാകും. പക്ഷേ വെളിച്ചം കുറയുമ്പോൾ ഒരു മനുഷ്യന്റെ മുഖം അതിൽ വ്യക്തമായി തെളിയും. മുൻപിൽ നിന്നും പിന്നിൽ നിന്നും നോക്കിയാൽ ഒരേപോലെ കാണാവുന്ന ഈ ചിത്രം എങ്ങനെ രൂപപ്പെട്ടു എന്നത് ഇന്നും അജ്ഞാതമാണ്. കൂടുതൽ ഞെട്ടിക്കുന്ന വസ്തുത മറ്റൊന്നാണ്. ലോകപ്രശസ്തമായ ടൂറിനിലെ കഫൻ തുണിയിലെ മുഖവും ഈ തുണിയിലെ മുഖവും ഒന്നിനുമേൽ ഒന്ന് വെച്ച് നോക്കിയാൽ അവയുടെ അളവുകൾ 100% കൃത്യമായി ഒത്തുപോകുന്നു. കഫൻ തുണിയിൽ കണ്ണുകൾ അടഞ്ഞ നിലയിലാണെങ്കിൽ മനോപെല്ലോയിൽ അവ തുറന്നിരിക്കുന്നു. ഒരു കലാകാരന്റെയും ബ്രഷ് തൊടാത്ത, ചായങ്ങൾ ഉപയോഗിക്കാത്ത ഈ ചിത്രം ഒരു ശാസ്ത്രീയ അസംഭവ്യതയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ശവക്കല്ലറയ്ക്കുള്ളിൽ നടന്ന ആ നിഗൂഢ സംഭവത്തിന്റെ ബാക്കിപത്രമാണോ ഇത്? അതോ കാലം കരുതിവെച്ച മറ്റൊരു അത്ഭുതമോ? ഉത്തരം ഇന്നും പ്രകൃതിയുടെ രഹസ്യങ്ങളിൽ ഒളിച്ചിരിക്കുന്നു.